ഇവിടെ മുഴുവനും നല്ല കല്ല് കൊണ്ടാണല്ലേ ഏട്ടാ കെട്ടിവെച്ചേക്കുന്നത്. നീ മുഴുവനായിട്ടൊന്നും കണ്ടില്ലല്ലോ. ഇതിപ്പോ ഇത്രയല്ലേ കണ്ടുള്ളൂ. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അല്ല ചേട്ടാ, ഇതെന്താ ഇവിടെ ഈ കാണുന്നത്? ഇത് നിനക്കറിയില്ലേ? ഇത് പണ്ട് കാലത്ത് യുദ്ധം ചെയ്യുമ്പോൾ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാര് കടൽ വഴിയല്ലേ വരുന്നത്. അപ്പോൾ അവര് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒളിച്ചു നിന്നിട്ട് ഈ ബോംബ് അങ്ങോട്ടേക്ക് വെക്കും, അങ്ങോട്ട് എറിയും. അപ്പോൾ അവർ കാണാനില്ലല്ലോ. അത് മറയാൻ വേണ്ടിയിട്ടാണ് ഈ കല്ല് കൊണ്ടിട്ടുള്ള നല്ല ഒരു മതിൽ പോലെ കെട്ടിവെച്ചേക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒന്നും കാണാനില്ലല്ലോ. ഓ അതെയോ, ഇത് വലിയൊരു ചരിത്ര സ്മാരകം തന്നെയാണല്ലേ. ആ അതെ അതെ. പിന്നൊരു കാര്യം കൂടി, ഇപ്പോൾ ഇവിടുന്ന് ഈ അടുത്തായിട്ട് കുറച്ച് ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലിടുന്ന ബോംബുകളാണെന്നാ പറഞ്ഞത്. ചെറിയ ചെറിയ കുറേ കുഴികളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അതെ, കുറച്ച് അപ്പുറത്തായിട്ട് വരും. നമുക്ക് അവിടേക്ക് പോകാം, അവിടെ നിന്ന് നോക്കാം. അച്ചോ, ലില്ലി മോള് എണീച്ചല്ലോ. ഏട്ടാ, ഞാൻ ഇവളെ അച്ചുവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് വരാം. ചിലപ്പോൾ വിശക്കുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും കരയുന്നത്. ഏട്ടാ, ഇവിടെ അടുത്തായിട്ട് ഒരു പയ്യാമ്പലം ബീച്ച് ഉണ്ട്, നമുക്ക് അവിടെ പോവാം. അവിടെ എങ്ങനെയാ, കാണാൻ രസമുണ്ടോ? കാണാൻ രസമുണ്ടോന്നോ? സൂപ്പർ പ്ലേസാ, നല്ല ഭംഗിയുണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവിടെ വരും. നല്ല അടിപൊളി സ്ഥലമാണ്. ഹായ്, പയ്യാമ്പലം ബീച്ചോ? അവിടെ നല്ല ഐസ്ക്രീം ഒക്കെ ഉണ്ടാവല്ലേ, കുറുക്കി സർവത്തുള്ള ഉപ്പിലിട്ട നാരങ്ങയൊക്കെ ഉണ്ടാവില്ലേ ബീച്ച് ആയതുകൊണ്ട്. നിനക്ക് എന്താടി ഈ തിന്നുന്ന ഓർമ്മ മാത്രമാണുള്ളത്, വേറെ ഒരു ഓർമ്മയില്ല. നീ മിക്കവാറും ഈ ടൂർ കഴിയുന്നതിന് മുമ്പ് എന്തേന്ന് നല്ല അടി വാങ്ങിക്കും. ഏട്ടാ, നമുക്ക് പോവാം പയ്യാമ്പലം ബീച്ചിലോട്ട്. ആ, അച്ഛനോട് ചോദിച്ചു നോക്ക്. നമുക്ക് അച്ഛനോട് ചോദിച്ചിട്ട് പോവാം. ഹായ്, അടിപൊളി. അപ്പൊ നമ്മൾ പയ്യാമ്പലം ബീച്ചിലോട്ട് പോവല്ലോ. അച്ഛാ, നമുക്ക് പയ്യാമ്പലം ബീച്ചിലോട്ട് പോവാച്ചാ. അതെവിടെയാ മക്കളെ? ഇവിടുന്ന് കുറേ പോകാനില്ലേ? ഇല്ല അച്ഛാ, കുറെ ദൂരമൊന്നുമില്ല. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരം ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അതെ അച്ഛാ, നമുക്ക് പോവാം, കുറച്ചല്ലേ ഉള്ളൂ. മക്കളുടെ ഒരു ആഗ്രഹമല്ലേ ഏട്ടാ, പോവാന്ന്. ഇവിടുന്ന് പിന്നെ കുറെ പോവാനൊന്നും ഇല്ലല്ലോ. ആ ശരി ശരി, എല്ലാവരുടെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ പയ്യാമ്പലം ബീച്ചിലോട്ട് പോകുന്നല്ലോ. എടി ലച്ചു, കുഞ്ഞാറ്റയെ പൈങ്കിളിയുടെ അടുത്തുനിന്ന് എടുത്തേ. നോക്കിയതാ, പൈങ്കിളി ഉറക്കം തൂങ്ങുന്നുണ്ട്. ഞാനേ കുഞ്ഞാറ്റ മോളെ എടുക്കുന്നേ. ഇവളിപ്പോ ഉറക്കത്തില് കുഞ്ഞാറ്റെ താഴെ ഇടാതിരുന്നാ മതി. ഏട്ടാ, കുഞ്ഞാവേ ഏട്ടനെടുത്തോട്ടോ. എടി ലച്ചു, കുഞ്ഞാവിയുടെ ഈ ഡ്രസ്സ് ഞാനൊന്ന് അയക്കുന്നു. ഇവൾക്ക് ഇതിട്ട് വല്ലാണ്ട് എറിഞ്ഞതുപോലെ ഉണ്ട്. ആ അതെ ഏട്ടാ, ഞാനും വിചാരിച്ചതാ. ഇനിയിപ്പോ ഡ്രസ്സ് ഇടണ്ട, അവിടെ എത്തിയതിനു ശേഷമല്ലേ നമുക്ക് വേറെ ഡ്രസ്സ് ഇടാം. എടി ലച്ചു, നീ കുഞ്ഞാറ്റയ്ക്ക് ഒരു ഹെയർ ബാൻഡ് വാങ്ങിയില്ലായിരുന്നോ? ആ ഏട്ടാ, ഞാൻ നേരത്തെ വാങ്ങിയായിരുന്നു. അതിപ്പോ നിന്റെ കയ്യിലുണ്ടോ? കാണുമ്പോൾ ഒരു കോമഡി പോലെ തോന്നുന്നത്. അതിപ്പോ ഉണ്ടോ നിന്റെ കയ്യില്? ആ, അത് എന്റെ ബാഗിലുണ്ട്. ഇവിടെ നോക്കിയേ, പൈങ്കിളി നല്ല ഉറക്കത്തില്ല. പൈങ്കിളി തലയ്ക്ക് അത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് നമുക്കത് സ്റ്റാറ്റസ് ഇടാം. അതെ അതെ, ഞാനത് ഓർത്തതേയില്ല. ഇപ്പൊ എടുക്കാവേ. എങ്ങനെയുണ്ടേട്ടാ, കാണാൻ സൂപ്പർ അല്ലേ? അതേടി, അടിപൊളി. നീ ഒരു ഫോട്ടോ എടുക്ക്. ഇവൾക്ക് ഉറക്കിൽ എന്ത് ചെയ്താലും അറിയില്ല. നോക്കി, നമ്മളിപ്പോ ഇത്രയൊക്കെ ചെയ്തിട്ട് അവൾക്ക് കാണുന്നു. ഏട്ടാ, ഈ ഫോട്ടോ നോക്കിയേ. നീ പെട്ടെന്ന് അത് എടുത്തു മാറ്റിക്കേ, അല്ലെങ്കിൽ നമ്മുടെ പണി പാളും. നമുക്ക് നാളെ തന്നെ സ്റ്റാറ്റസ് ഇടാം. ആ അത് ശരിയാ. വാവ്, എത്ര ദിവസം കഴിഞ്ഞിട്ടാ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിക് ഫീൽ ആവുന്നു. ഞാൻ കടലിന്റെ അടുത്തേക്ക് പോന്നേ. ഞാനും വരുന്നേ. അടിപൊളിയല്ലേ? അതാ വന്ന് തിരുമാല എടുത്ത് വന്നേ. ചേട്ടാ, നിങ്ങളും വാ. വേണ്ട വേണ്ട, ഞാൻ വരുന്നില്ല. എൻ്റെ ഷൂ ഒക്കെ ആകെ നനഞ്ഞ്. വേണ്ട, ഞാൻ വരുന്നില്ല. ഞാനും ഷൂ തന്നെയല്ലേ ഇട്ടിട്ടുള്ളത്, പിന്നെന്താ. ചേട്ടൻ വാ. അതൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. കുറച്ച് സമയം വെയിലത്തിരുന്നാലേ അത് ഉണങ്ങാവുന്ന നനവേ ഉണ്ടാവുള്ളൂ. വാ. വേണ്ട വേണ്ട. ഞങ്ങൾക്ക് ഇവിടെ ഇല്ലേട്ടാ, വാന്നേ. വേണ്ട വേണ്ട, എനിക്ക് ഈ കടലിലെ വെള്ളത്തിൽ നിന്നാലേ ജലദോഷം പിടിക്കും. അതുകൊണ്ട് വേണ്ട വേണ്ട. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾക്ക് മുഖം കണ്ടാലറിയില്ലേ നിങ്ങൾ പേടിച്ചിട്ടാ വരാത്തതെന്ന്. ഓ പിന്നെ, എനിക്കോ പേടിയോ? ഒന്ന് പോയേ. ഞാനിപ്പോൾ എന്തായാലും ഇറങ്ങുന്നില്ല. എനിക്ക് വേണ്ട വെള്ളം, എനിക്കിഷ്ടമല്ല കടലിലെ വെള്ളമൊന്നും. ഞാനിവിടെ സൈഡിൽ നിന്നിട്ട് നോക്കാട്ടോ. നിങ്ങൾ കുറച്ചോ കടലിൽ കളിച്ചിട്ട് പോവാ. വരുന്നില്ല, വരണ്ട, ഞങ്ങൾ ഇവിടെ കളിച്ചോളാം. എനിക്ക് ഇവിടെ ഇത്രയും നല്ല ബീച്ച് ഉണ്ടെന്ന് അറിയ പോലും ഇല്ലായിരുന്നു. ഞാനും ഇതിപ്പോഴാ കാണുന്ന ചേച്ചി. ഞാൻ ഇവിടെ ഒന്നും വന്നിട്ട് പോലും ഇല്ല. അതന്നെയാണ് ഈ പിള്ളേർക്ക് എല്ലാം അറിയാം. ആ അതെ അതെ, പിള്ളേരുള്ളത് കൊണ്ടേ നമുക്കെല്ലാം കാണാൻ പറ്റി. അത് ശരിയാ നീ പറഞ്ഞത്. അയ്യോ, കുഞ്ഞിനെ ഏട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് കുഞ്ഞെന്ത് ചെയ്യുന്നുണ്ടോ ആവോ. അതെ, ഞാനും അതെ, കുഞ്ഞാറ്റേനെ ചേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അവരിപ്പോ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവോ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. കുട്ടികളെ വിളിക്കാം.
അവരിപ്പോൾ ഫോട്ടോ എടുത്തിട്ടേ അവിടുന്ന് വര പോലും ഉണ്ടാവില്ല. അതെ അതെ, ഇപ്പൊ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലേ പിന്നെ ഇവിടുന്ന് ഇറങ്ങലുണ്ടാവില്ല. നമ്മളെ ഇനി അടുത്ത സ്പോട്ടിലെത്താൻ കുറേ വൈകും ഇവരിങ്ങനെ വൈകിപ്പിച്ചാല്. ആ അതെ അതെ ചേച്ചി, ചേച്ചി പെട്ടെന്ന് അവരൊന്ന് വിളിക്കേ. ലച്ചു, പൈങ്കിളി, വേഗം വാ വാ, നമുക്ക് പോവാം. ഇനി ഇവിടെ കുറേ നിൽക്കണ്ട, വാ വേഗം വാ. ചേച്ചി അതാ അമ്മ വിളിക്കുന്നു. അമ്മേ ഇതാ ഞങ്ങളിപ്പോ വരാവേ. ഏട്ടാ ഞങ്ങളൊരു ഫോട്ടോ എടുത്തേ. ആ ശരിക്കും തന്നോണേ, ഞാനിപ്പോൾ എടുക്കാവേ. റെഡി റെഡി സ്റ്റഡി ഗോ. ദേ ഇങ്ങോട്ട് നോക്കിയേ, നല്ല അടിപൊളി ഫോട്ടോ വന്നിട്ടുണ്ട്. എന്താ ചേട്ടാ ഇത്? ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ ബീച്ചിന്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ എടുത്തേ. ആ ശരി ശരി, നേരെ നില്ലേ, ഞാൻ ഒന്നുകൂടെ എടുക്കാം. നേരെ നില്ലേ, ഞാനൊരു ഫോട്ടോ എടുക്കുവാണേ. ഏട്ടാ ശരിക്കും കിട്ടുന്നുണ്ടോ? ആ കിട്ടുന്നു. ക്യാമറയ്ക്ക് പോസ് ചെയ്തേ. ഓക്കെ റെഡി. ആ ഇതൊക്കെ സൂപ്പർ. ഇനി ഏട്ടനും വാ, ഏട്ടൻ അടുത്ത് നിൽക്കേ. പൈങ്കിളി ഞങ്ങൾ ഫോട്ടോ ഒന്ന് എടുത്തേ. നേരെ നോക്കേ, നല്ലൊരു ഫോട്ടോ എടുക്കുന്നേ. ഓക്കെ സെറ്റ്. എന്നാൽ ഇങ്ങോട്ട്